ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഏകദേശം ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ മനസ്സിലാകാത്തവരോട് എനിക്ക് പറയാനുള്ളത്, വീഡിയോ അവസാനം വരെ കാണുക. സോ ഗൈസ്, അങ്ങനെ ഞാനും നന്നാവാൻ തീരുമാനിച്ചു. പക്ഷേ എങ്ങനെ നന്നാവണമെന്നറിയാതെ അവസാനം ഇൻസ്റ്റാ റീൽസ് തുറന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇതുപോലത്തെ കുട്ടികൾ നമ്മുടെ കേരളത്തിലും ഇനിയും കിടപ്പുണ്ട്. അവരെ നമുക്ക് ഈ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന്, നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവന്ന് അവരെ കാണിച്ചു തരും. അങ്ങനെയെങ്കിലും ഞാൻ നന്നാവും. സോ ഗൈസ്, അപ്പോഴാണ് എനിക്കൊരു മെസ്സേജ് വന്നത്. ആ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എടാ, നീ ചെയ്യുന്നതൊക്കെ ശരിയാ, പക്ഷേ നീ ഉദ്ഘാടനം ചെയ്യാതെ പോയാ നീ നരകത്തിലേക്കായിരിക്കും പോകുന്നത്. ദേഷ്യത്തോടെ സ്വന്തം പഞ്ചായത്ത് മെമ്പർ. ഇതാരാ പഞ്ചായത്ത് മെമ്പർ? എവിടുത്തെ പഞ്ചായത്ത് മെമ്പറാ? എനിക്കറിയില്ല. എന്തായാലും ഇയാളുടെ വീഡിയോ കണ്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. എന്തായാലും പറഞ്ഞതല്ലേ പുള്ളി, വേറെ വഴിയില്ല. എനിക്ക് നന്നാവണമെങ്കിൽ ഇതുപോലെ ചെയ്തേ പറ്റൂ. എനിക്ക് വേറെ ആരുമില്ല. എന്തായാലും അയാളുടെ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വേറെ പരിപാടിയിലേക്ക് പോകാം. ഓക്കെ, ഇതാ പഞ്ചായത്ത് മെമ്പർ ഇതാ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഉദ്ഘാടനം ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ കാര്യത്തിലേക്ക് നടക്കാം. ഓക്കെ, അയാൾ ഉദ്ഘാടനം ചെയ്യുന്നു. ഇതിനാണ് എനിക്ക് ഇത്രയും ദേഷ്യത്തോടെ മെസ്സേജ് അയച്ചത്. ഇതാണ് അയാളുടെ ഉദ്ഘാടനം. എന്തായാലും കൊള്ളാം. അവിടുത്തെ ആൾക്കാരൊന്നും ചിരിക്കുന്നില്ല, എല്ലാവരും വിഷമത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, നമുക്ക് കുട്ടികളെ തപ്പി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് കുട്ടികളെ തപ്പാം. സോ ഗൈസ്, ഇതാണ് ഒന്നാമത്തെ കുട്ടി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കയ്യിലൊരു അതെന്താ, ജാവലിൻ ത്രോ ഒക്കെ പിടിച്ചിട്ട്, ജാവലിൻ ത്രോ ചെയ്യാനുള്ള ഒരു കമ്പി പിടിച്ചിട്ടാണ് ഉള്ളത്. എന്തായാലും എനിക്ക് നന്നാവണം, അതിനാണ് ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണിക്കുന്നത്. സോ നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, കുട്ടി വരുന്നു, ഓടുന്നു. എന്താ പറ്റിയേ? ആരും ചിരിക്കരുത്, നരകത്തിപ്പോവും. എന്തായാലും കൊള്ളാം, കുട്ടി എറിഞ്ഞത്. പാവം, കഷ്ടപ്പെട്ട് അത്രയും ദൂരെ എറിഞ്ഞു. എവിടെയുണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. എവിടെ അപ്പുറത്തെങ്ങും വീണിട്ടുണ്ടാവും. എന്തായാലും കൊള്ളാം. സോ ഗൈസ്, ഇതാണ് രണ്ടാമത്തെ കുട്ടി. എന്തായാലും ഈ കുട്ടിയുടെ കളി നമുക്ക് കണ്ടു നോക്കാം. നല്ല പെർഫോമൻസ് ആയിരിക്കും. എന്തായാലും കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. പാവം, 2 വർഷമായിട്ടേ ഉള്ളൂ പ്രാക്ടീസ് തുടങ്ങി. അങ്ങനെ ഒരു കൊല്ലം, 1 വർഷം കഴിഞ്ഞതിന് ശേഷം ശരിയാവും. കുഴപ്പമില്ല. നമുക്ക് എന്തായാലും നന്നായിട്ടുണ്ട്. എല്ലാവരും ക്ലാപ്സ്. ഓ, ഇതെന്താ, ഇതെവിടെ? കിരീടമൊക്കെ കിട്ടിയിട്ടുണ്ട് കുട്ടിക്ക്. ഞാൻ പറഞ്ഞില്ലേ, എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതെന്താ, ഇതേത് സ്പോർട്സിലാണ് ഇവള് ഫസ്റ്റ് വന്നത്? ഓ, മെഡലൊക്കെ കിട്ടി. എന്തായാലും നമുക്ക് അതേതാ സ്പോർട്സ്, ഏതാ സ്പോർട്സ് നമുക്ക് കണ്ടു നോക്കാം. എന്താ ഇവള് ഏത് കളിച്ചിട്ടാ ഫസ്റ്റ് ആയത്? എന്ത് ചെയ്ത് ഇവള് ഫസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്? അതാണ് നമുക്ക് അറിയേണ്ടത്. ഇതെന്താ ഇങ്ങനെ? ഇതിങ്ങനെയാണോ ശരിക്കും? എനിക്കറിയില്ല. ഇത് എന്തായാലും ഇത്ര രണ്ട് സ്റ്റെപ്പ് അപ്പുറത്ത് പോലും പോയിട്ടില്ലല്ലോ ഈ കോള്. ഇതെന്താ? ഇത് നോക്കാം, നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് നോക്കാം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഞാൻ നന്നാവും, വീട്ടിലും വില ഉണ്ടാവും, നാട്ടിലും വില ഉണ്ടാവും. സോ ഗൈസ്, അപ്പോൾ നിങ്ങളും നന്നാവണം, എനിക്കതേ പറയാനുള്ളൂ. ഓക്കെ, നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ്. എന്തായാലും ഓക്കെ ഗൈസ്, ബൈ ബൈ.